ഒരു കഥ പറഞ്ഞു തുടങ്ങാം. ഒരിക്കൽ ഒരു രാജാവ് തന്റെ രാജ്യത്തെ ജയിൽ സന്ദർശിക്കാനെത്തി. ഓരോ തടവ് പുള്ളികളെയും കണ്ട് അവരുടെ അനുഭവങ്ങൾ കേട്ട് അദ്ദേഹം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. രാജാവിനോട് എല്ലാ ജയിൽവാസികളും പറഞ്ഞത് ഒരേ കാര്യമായിരുന്നു: തങ്ങൾ തെറ്റ് ചെയ്തവരല്ല, നിരപരാധികളാണ്. മറ്റുള്ളവർ ചെയ്ത തെറ്റിന് ശിക്ഷിക്കപ്പെട്ടിരിക്കുന്നവരാണ് തങ്ങൾ. എന്നാൽ അവസാനമായി രാജാവ് സന്ദർശിച്ച തടവുകാരൻ പറഞ്ഞത് മറ്റൊരു കാര്യമായിരുന്നു: മഹാരാജൻ, ഞാൻ എന്റെ തെറ്റിന്റെ ഫലമാണ് ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ കുറ്റവാളിയാണ്. ആ തടവുകാരൻ സങ്കടം സഹിക്കാനാവാതെ പൊട്ടിക്കരഞ്ഞു. ഉടനെ രാജാവ് ജയിൽ അധികാരികളോട് ഇങ്ങനെ കൽപ്പിച്ചു: എത്രയും പെട്ടെന്ന് ഇയാളെ ജയിലിൽ നിന്ന് പറഞ്ഞയക്കൂ. ഇല്ലെങ്കിൽ ഇയാൾ കാരണം മറ്റു നിരപരാധികളും കൂടുതൽ മോശമാക്കപ്പെടും. നാം ഇന്ന് പോകുന്നത് ഇതുപോലൊരു സ്ഥലത്തേക്കാണ്. ഒരിക്കൽ പോലും എത്തിച്ചേരരുതേ എന്ന് നാം എല്ലാവരും ഒന്നുപോലെ പ്രാർത്ഥിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്ന സ്ഥലത്തേക്ക്, ജയിലിലേക്ക്, ജയിൽവാസികളുടെ കണ്ണീരിലേക്ക്, അവരുടെ മാനസാന്തരത്തിന്റെ ലോകത്തിലേക്ക്. ഒരുപക്ഷെ നമ്മളിൽ ഭൂരിപക്ഷവും ഒരിക്കൽ പോലും മനസ്സിലാക്കുകയോ ചിന്തിക്കുകയോ ചെയ്തിട്ടില്ലാത്ത ഒരു ലോകം കൂടിയാണ് ജയിൽ. അറിഞ്ഞോ അറിയാതെയോ ചെയ്ത തെറ്റുകളുടെ പേരിൽ ജയിലുകളിൽ കഴിയുന്ന അനേകം ജീവിതങ്ങൾക്കും അവരുടെ പ്രവൃത്തികൾ മൂലം സമൂഹത്തിന്റെ മുഴുവൻ അപമാനവും ഏറ്റുവാങ്ങി ജീവിതകാലം മുഴുവനും കഴിയാൻ വിധിക്കപ്പെടുന്ന അവരുടെ പ്രിയപ്പെട്ടവർക്കും വേണ്ടി പ്രാർത്ഥിക്കാനായി നമുക്കൊരുങ്ങാം. വാച്ച് ആൻഡ് പ്രേയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പുറത്തേക്കുള്ള എല്ലാ വാതിലുകളും കൊട്ടിയടയ്ക്കപ്പെട്ട ആകാശത്തോളം ഉയരമുള്ള ഒരു കോട്ട, രക്ഷപ്പെടാനുള്ള എല്ലാ സാധ്യതകളെയും ഇല്ലാതാക്കിക്കൊണ്ട് ഉണർന്നിരിക്കുന്ന പാറാവുകാർ. ജയിലെന്നും തടവറയെന്നും കേൾക്കുമ്പോഴൊക്കെ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം കടന്നു വരുന്ന ചിത്രം ഇതാണ്. ജയിൽ ഒരുപാട് പേരുടെ കണ്ണീര് വീണ ഇടമാണ്. സ്വപ്നങ്ങൾ നഷ്ടപ്പെട്ട സ്ഥലമാണ്. പ്രതീക്ഷിക്കാൻ ഒന്നുമില്ലെന്ന് കരുതുന്നവരുടെ നിരാശാജനകമായ താവളമാണ്. ശാപങ്ങളും നിലവിളികളും ഉയരുന്ന അശാന്തിയുടെ താഴ്വരകളാണ്. സ്വതന്ത്ര രാജ്യങ്ങളുടെ ഉദയവും സാമൂഹ്യ സംഘടനകളുടെ രൂപീകരണവും വഴിയാണ് ജയിലുകൾ ഇന്നത്തെ രൂപം കൈവരിച്ചിരിക്കുന്നത്. സമൂഹത്തിന്റെ സുസ്ഥിതിക്കും മനുഷ്യരുടെ സുരക്ഷയ്ക്കുമായി നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്ന നിയമങ്ങൾ ലംഘിക്കുകയോ നിയമം നിഷേധിക്കുകയോ ചെയ്യുന്നവർക്കുള്ള ശിക്ഷയുടെ ഭാഗമായിട്ടായിരുന്നു ജയിൽവാസം വിധിച്ചിരുന്നത്. സമൂഹത്തിന്റെ നേരായ വഴിനടപ്പിന് മനുഷ്യാരംഭം മുതൽ സാമൂഹിക നിയമങ്ങൾ നടപ്പിലാക്കപ്പെട്ടിരുന്നു. കുറ്റകൃത്യങ്ങൾക്കുള്ള ശിക്ഷ എന്ന നിലയിൽ ജയിലുകളെ ആദ്യമായി ഉപയോഗിച്ചത് റോമാക്കാരായിരുന്നു. മധ്യകാല യൂറോപ്പിൽ കോട്ടകളും കിടങ്ങുകളും ജയിലുകൾ പോലെ ഉപയോഗിച്ചിരുന്നു. ആധുനിക കാലത്തെ ജയിൽ സമ്പ്രദായം ബെഞ്ചമിൻ ഫ്രാങ്ക്ലിന്റെ ആശയത്തിൽ നിന്നാണ് രൂപമെടുത്തിരിക്കുന്നത്. ജയിലുകളുടെ എല്ലാ ലക്ഷ്യം കുറ്റകൃത്യങ്ങൾ അവസാനിപ്പിക്കുക എന്നതാണ്. കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവരെ സമൂഹത്തിൽ നിന്ന് അടർത്തി മാറ്റുകയും അവരിൽ നിന്ന് സമൂഹത്തെ രക്ഷിക്കുകയും കുറ്റകൃത്യങ്ങളിൽ നിന്ന് അവരെ മോചിപ്പിക്കുകയും അവർക്ക് മനപരിവർത്തനം നടപ്പിലാക്കുകയും ഒക്കെയാണ് ജയിൽവാസം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്നാൽ കുറ്റകൃത്യങ്ങളുടെ ഭാഗമായിട്ടല്ലാതെ ജയിലുകളിൽ അടയ്ക്കപ്പെടുന്നവരുമുണ്ട്. യുദ്ധത്തടവുകാരാണവർ. 1610 മുതൽ നിലവിലുള്ള ഒരു പ്രയോഗമാണ് യുദ്ധത്തടവുകാർ. യുദ്ധത്തിൽ പിടിക്കപ്പെടുന്ന ശത്രുസേനാ അംഗങ്ങളാണ് യുദ്ധത്തടവുകാരായി മാറുന്നത്. അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടണമെന്ന നിയമമുണ്ടെങ്കിലും പലപ്പോഴും ക്രൂരമായ കിരാതമുറകൾക്ക് അവർ ഇരകളാകുന്നുവെന്നതാണ് സത്യം. ലോകമഹായുദ്ധങ്ങളുടെ കാലത്ത് യുദ്ധത്തടവുകാർ അനുഭവിച്ച പീഡനങ്ങൾ രക്തം കിനിയുന്ന ഓർമ്മകളാണ്. ജയിൽപുള്ളികൾ എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം കടന്നു വരുന്നത് വെറുപ്പും വിദ്വേഷവും അവജ്ഞയും പരിഹാസവുമെല്ലാമാണ്. പക്ഷെ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്: അവരിൽ പലരും ഒരു നിമിഷത്തെ തെറ്റിന്റെയോ അവിവേകത്തിന്റെയോ ഫലമായി ജയിലിൽ അടയ്ക്കപ്പെട്ടവരാണ്. ജന്മന കുറ്റവാളികളായി ജയിലുകളിൽ അടയ്ക്കപ്പെടുന്നവരെക്കാൾ എണ്ണത്തിൽ കൂടുതലാണ് ഇക്കൂട്ടർ. ജയിലുകളിൽ അടയ്ക്കപ്പെട്ടു എന്നതുകൊണ്ടോ കുറ്റവാളിയായി ചിത്രീകരിക്കപ്പെട്ടതുകൊണ്ടോ ഒരു മനുഷ്യന്റെയും അന്തസ്സിന് ഇടിവ് വരുന്നില്ലെന്നും അവന്റെ മഹത്വം നഷ്ടപ്പെടുന്നില്ലെന്നും നാം മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം എല്ലാ മനുഷ്യരും ദൈവത്തിന്റെ ഛായയിൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നവരും നമ്മുടെ സഹോദരങ്ങളുമാണ് എന്നാണ് സുവിശേഷം പങ്കുവെക്കുന്ന സന്തോഷം. എന്നാൽ
ജയിൽവാസികളുടെ മാനുഷികത പലപ്പോഴും ധ്വംസിക്കപ്പെടുകയും അവരെ അകറ്റി നിർത്തുകയും ചെയ്യുന്ന പ്രവണത പൊതുവെ കണ്ടുവരുന്നുണ്ട്. എന്നാൽ അത്തരം ധാരണകളെ തിരുത്തി എഴുതുന്ന ഇടപെടലുകൾ നമുക്കിടയിൽ തന്നെ നടന്നുകൊണ്ടിരിക്കുന്നതിനെ കാണാതെ പോകരുത്. സാഹചര്യ തെളിവുകൾ കൊണ്ടും ആസൂത്രിതമായ നീക്കങ്ങൾ കൊണ്ടും പലപ്പോഴും നിരപരാധികൾ പോലും കുറ്റവാളികളായി മാറുകയും തടവുകാരായി തീരുകയും ചെയ്യുന്നുണ്ട്. 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുതെന്ന ആദർശങ്ങൾ പലപ്പോഴും കാറ്റിൽ പറത്തപ്പെടുന്നതിനും ഈ ജയിൽ ജീവിതങ്ങൾ പങ്കുവെക്കുന്ന അനുഭവ കഥനങ്ങൾ ഉദാഹരണങ്ങളാണ്. ജയിലുകളിൽ കുറ്റവാളികൾ മാത്രമാണ് ഉള്ളതെന്ന് നാം തെറ്റിദ്ധരിക്കരുത്. അനേകം നിരപരാധികളുടെ വാസസ്ഥലം കൂടിയാണ് ജയിൽ. തെറ്റായ വിധിന്യായങ്ങൾ മൂലവും വഞ്ചിക്കപ്പെട്ടും ജയിലിൽ അകപ്പെട്ടു പോയവരുണ്ട്. തന്റെ ജീവിതത്തിൽ സംഭവിച്ചു പോയ ഒരു നിമിഷത്തെ അവിവേകത്തിന് ജീവിതകാലം മുഴുവൻ ശിക്ഷ അനുഭവിക്കുന്നവരും ആ കൂട്ടത്തിലുണ്ട്. തെറ്റ് തിരിച്ചറിഞ്ഞ് പശ്ചാത്തപിച്ച് പാപജീവിതം ഉപേക്ഷിച്ച് ജയിലിനുള്ളിൽ മാനസാന്തരത്തിന്റെ ജീവിതം നയിക്കുന്നവരെയും ജയിലഴികൾക്ക് പിന്നിൽ കണ്ടെത്താനാവും. പത്രോസിന്റെ സിംഹാസനത്തിലെത്തിയ വർഷം തന്നെ പെസഹ വ്യാഴാഴ്ചയിലെ തിരുക്കർമ്മങ്ങളിൽ 12 അപ്പോസ്തലന്മാരെ പ്രതിനിധീകരിച്ച് കാൽകഴുകൽ ശുശ്രൂഷയ്ക്കായി പാപ്പ തെരഞ്ഞെടുത്തത് ജയിൽവാസികളെ ആയിരുന്നു. കാൽകഴുകൽ ശുശ്രൂഷയ്ക്കായി തടവുകാരെ തെരഞ്ഞെടുത്തതിലൂടെ അവരുടെ ജീവിതത്തിന്റെ അന്തസ്സും മഹത്വവും ഉയർത്തി കാണിക്കുകയായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പ ചെയ്തത്. മാർപ്പാപ്പയായപ്പോൾ ആരംഭിച്ച പതിവായിരുന്നില്ല അതെന്നും അർജന്റീനയിൽ കർദിനാളായി ശുശ്രൂഷ ചെയ്തിരുന്ന കാലം തൊട്ടുതന്നെ കർദിനാൾ ജോർജ് ബെർഗോളിയോയുടെ രീതി അതായിരുന്നുവെന്നും അദ്ദേഹത്തെ നേരത്തെ മുതൽക്കേ അറിയാവുന്നവർക്കെല്ലാം അറിയാം. 2013 തുടങ്ങിവെച്ച ശീലം പിന്നീടുള്ള വർഷങ്ങളിലും പാപ്പ ആവർത്തിക്കുക തന്നെ ചെയ്തു. ഓരോ തവണയും ശുശ്രൂഷ നിർവഹിക്കുമ്പോഴും പാപ്പ അവരോട് പറഞ്ഞ വാക്കുകളുടെ അർത്ഥത്തെ നമുക്ക് ഒരു വാക്കിൽ ഒതുക്കാമെന്ന് തോന്നുന്നു. പ്രത്യാശ കൈവിടിയരുത്. പ്രത്യാശയോടെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാനാവും. അതെ, ലോകമെങ്ങുമുള്ള ജയിൽവാസികൾക്കുള്ള സന്ദേശമാണത്. കാരാഗൃഹത്തിൽ അടയ്ക്കപ്പെട്ട അപ്പോസ്തലന്മാർ ദൈവത്തെ സ്തുതിച്ചു പാടിയപ്പോൾ ചങ്ങലകൾ അഴിഞ്ഞു വീണതും കവാടങ്ങൾ തുറക്കപ്പെട്ടതും സുവിശേഷത്തിൽ നാം വായിക്കുന്നുണ്ടല്ലോ. ജയിൽ പോലും ദൈവാനുഭവം നിറയുന്ന ഇടമാക്കി മാറ്റാവുന്നതാണെന്ന ചരിത്രം നാം ആദ്യമായും മനസ്സിലാക്കുന്നതും അതിൽ നിന്നാണ്. ദൈവത്തിൽ ശരണവും പ്രത്യാശയും ഉള്ളവർക്ക് മാത്രമേ ജയിലിൽ പോലും അവിടുത്തെ സ്തുതിക്കാൻ കഴിയൂ. ജയിൽ ജീവിതങ്ങളിൽ നിന്ന് നിരാശ തുടച്ചു നീക്കുകയും അവിടെ പ്രത്യാശയുടെ നാളങ്ങൾക്ക് തിരിതെളിക്കുകയും ചെയ്യാൻ നാം ഓരോരുത്തരും കടപ്പെട്ടിരിക്കുന്നവരാണ്. ഏതെങ്കിലുമൊക്കെ രീതിയിൽ പലയിടങ്ങളിലായി ഇടറിപ്പോയവരാണ് നമ്മൾ ഓരോരുത്തരും. ഒരുപക്ഷെ അതൊന്നും വലിയ കുറ്റകൃത്യങ്ങളോ അല്ലെങ്കിൽ പിടിക്കപ്പെടത്തക്ക പ്രവൃത്തികളോ ആയിരുന്നില്ല എന്നതുകൊണ്ട് മാത്രമാണ് നമ്മളിൽ പലരും ഇന്ന് ഈ സമൂഹത്തിൽ ആത്മാഭിമാനത്തോടെ മുന്നോട്ടു പോകുന്നത്. എന്നാൽ ജീവിതത്തിൽ അത്തരം ആനുകൂല്യങ്ങൾ കിട്ടാതെ പോയതുകൊണ്ട് ഭരണകൂടത്തിന്റെ നിയമങ്ങൾക്ക് വിധേയരായും സമൂഹത്തിന്റെ അപമാനങ്ങൾ ഏറ്റുവാങ്ങിയും തടവിൽ കഴിഞ്ഞുകൂടാൻ വിധിക്കപ്പെട്ടിരിക്കുന്നവരാണ് ഈ തടവറ മക്കൾ ഓരോരുത്തരും. ഒരുപക്ഷെ അവരെക്കാൾ കുറ്റം ചെയ്തവർ ഇന്നും സമൂഹത്തിൽ മാന്യന്മാരായി വിരാജിക്കുന്നുമുണ്ടാവും. അതുകൊണ്ട് അവർ നിരപരാധികളോ കുറ്റക്കാരോ ആരുമായിരുന്നു കൊള്ളട്ടെ, അവരെ വിധിക്കാനും പരിഹസിക്കാനും കുറ്റപ്പെടുത്താനും നമുക്ക് അവകാശമില്ല. നിങ്ങളിൽ പാപം ചെയ്യാത്തവർ ആരുണ്ട് എന്ന ക്രിസ്തുവിന്റെ ചോദ്യം നമ്മുടെ മുന്നിൽ ഒരു വെല്ലുവിളിയായി ഉയർന്നു കേൾക്കണം. I'll give my stone to the first man who tells me that he has never sinned. അതുപോലെ ഞാൻ തടവിലായിരുന്നപ്പോൾ നീ എന്നെ സന്ദർശിച്ചില്ല എന്ന ക്രിസ്തുവിന്റെ കുറ്റപ്പെടുത്തലും നമ്മുടെ ഓർമ്മയിലുണ്ടാവണം. ഏതൊക്കെയോ കാരണങ്ങൾ കൊണ്ട് ഇടയനിൽ നിന്ന് വേർപെട്ടു പോയ കുഞ്ഞാടുകളെ തേടി ചെല്ലുന്ന, അവരെ ഇടയന്റെ സ്നേഹത്തോടെ വാരിപ്പുണരാൻ തയ്യാറായ ഒരു ശുശ്രൂഷയുണ്ട് നമുക്കിടയിൽ. പ്രിസൺ മിനിസ്ട്രി അഥവാ ജീസസ് ഫ്രറ്റേണിറ്റി എന്നീ പേരുകളിലാണ് ഇത് അറിയപ്പെടുന്നത്.
തടവറ മക്കളുടെ ഇടയിലേക്ക് ദൈവീകമായ സ്നേഹത്തോടെ കടന്നു ചെന്നിരിക്കുന്ന ഒരു ശുശ്രൂഷയാണ് പ്രിസൺ മിനിസ്ട്രി അഥവാ ജീസസ് ഫ്രട്ടേണിറ്റി. ഏറ്റവും ചെറിയവർക്കും നഷ്ടപ്പെട്ടു പോയവർക്കും ക്രിസ്തുവിന്റെ സ്നേഹവും കാരുണ്യവും പകർന്നു നൽകുകയാണ് ഈ ശുശ്രൂഷയിലൂടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. തകർന്ന ഹൃദയങ്ങളെ സൗഖ്യപ്പെടുത്തുന്ന ശുശ്രൂഷയാണിതെന്ന് മറ്റൊരു വാക്കിൽ വിശേഷിപ്പിക്കാം. സെപ്റ്റംബർ 13 മുതൽ ജീസസ് ഫ്രട്ടേണിറ്റി KCBCയുടെ ഭാഗമായി. 2000 ഓഗസ്റ്റ് 24 CBCI പ്രിസൺ മിനിസ്ട്രിയെ ഔദ്യോഗികമായി അംഗീകരിച്ചു. ജയിൽവാസികളെ മാനസാന്തരത്തിലേക്ക് നയിക്കാനും അവരെ ദൈവത്തിലേക്ക് അടുപ്പിക്കാനും കൗദാശികമായ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാനും കഴിയുന്നതിനു പുറമെ ജയിൽവാസികളുടെ പുനരധിവാസം, അവരുടെ മക്കളുടെ സംരക്ഷണം എന്നിങ്ങനെ അനേകം രംഗങ്ങളിൽ ജീസസ് ഫ്രട്ടേണിറ്റി മനുഷ്യ സാഹോദര്യത്തിന്റെയും സ്നേഹത്തിന്റെയും ഗാഥകൾ രചിച്ചുകൊണ്ടിരിക്കുന്നു. ജയിൽ ജീവിതം ജീവിത പരിവർത്തനത്തിനുള്ള കാലഘട്ടമായി മാറണം. ഒരു ശിക്ഷയ്ക്ക് വേറൊരു ശിക്ഷ എന്ന രീതിയിലല്ലാതെ വ്യക്തിയിൽ സമൂല പരിവർത്തനം നടത്തുവാനും വ്യക്തിയെ പുതിയൊരാളാക്കി മാറ്റിയെടുക്കുവാനും നമ്മുടെ ജയിൽ സമ്പ്രദായങ്ങൾക്കും നിയമങ്ങൾക്കും കഴിയണം. പക്ഷേ പലപ്പോഴും ജയിൽവാസം ഒരാളുടെ അവശേഷിക്കുന്ന നന്മകളെ കൂടി ഊറ്റിയെടുക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കരിക്കിൻവില്ല കൊലക്കേസിലെ പ്രതി റെനി ജോർജിന്റെയും ഇറച്ചി ആൽബിന്റെയും പോലെയുള്ളവരുടെ മാനസാന്തരങ്ങൾ തടവറയിലേക്ക് കടന്നുവന്ന വെളിച്ചത്തിന്റെ കഥകളാണ് ലോകത്തോട് വിളിച്ചു പറഞ്ഞത്. ആ വെളിച്ചങ്ങൾക്ക് പിന്നിൽ തീർച്ചയായും പ്രിസൺ മിനിസ്ട്രിയുടെയും സുവിശേഷത്തിന്റെയും സ്വാധീനം കാണാതിരിക്കാനുമാവില്ല. പരോളിലിറങ്ങി ബാങ്ക് കവർച്ച ചെയ്ത് ജയിലിൽ സുഖമായി ജീവിക്കാൻ പദ്ധതിയിട്ട വ്യക്തിയായിരുന്നു റെനി. പക്ഷേ ആ ദിവസങ്ങളിൽ പങ്കെടുത്ത ഒരു സുവിശേഷ പ്രസംഗയോഗം അയാളുടെ ജീവിതത്തെ പാടെ മാറ്റിമറിച്ചു. ഇന്ന് ജയിൽ ശിക്ഷ അനുഭവിക്കുന്നവരുടെ ക്ഷേമത്തിനു വേണ്ടിയും തടവുകാരുടെ മക്കളുടെ സംരക്ഷണത്തിനു വേണ്ടിയും ബാംഗ്ലൂർ കേന്ദ്രമായി പ്രവർത്തിക്കുകയാണ് റെനി. ജയിലിൽ കിടന്നല്ലോ എന്ന് കരുതി വിഷമിച്ചിരിക്കേണ്ട കാര്യമില്ലെന്നും നിങ്ങൾ പശ്ചാത്തപിച്ചു തിരിച്ചു വന്നാൽ സമൂഹത്തിൽ നല്ല നിലയിൽ നല്ല ഭർത്താവായി, കുട്ടികളായി, സഹോദരനായി ജീവിക്കാൻ കഴിയുമെന്നുമാണ് റെനി ഇന്ന് തടവുകാരോട് പറയുന്നത്. എന്നെ ഇന്ന് ഈ നിലയിൽ എത്തിച്ചിരിക്കുന്നത് യേശുവാണെന്നും ആ യേശു നിങ്ങളെയും കൈപിടിച്ചുയർത്തുമെന്ന സുവിശേഷവും റെനി പങ്കുവെക്കുന്നുണ്ട്. മനുഷ്യരെ കൊന്ന് പച്ചരക്തം കുടിച്ചിരുന്ന ഇറച്ചി ആൽബിനും ഇന്ന് സുവിശേഷ പ്രസംഗവേദികളെ അലങ്കരിക്കുകയും അഗതികൾക്കും ആലംബഹീനർക്കും ആശ്വാസമായി തീരുകയും ചെയ്തിരിക്കുന്നു. ജയിൽ ജീവിതത്തെ പോസിറ്റീവായി കാണുകയും തങ്ങളുടെ പാപവഴികൾ വിട്ടുപേക്ഷിക്കുകയും ചെയ്ത ഇവരെ പോലെയുള്ളവരുടെ അനുഭവ സാക്ഷ്യങ്ങൾ തടവുകാർക്ക് നൽകുന്ന പ്രചോദനം നിസ്സാരമൊന്നുമല്ല. തങ്ങൾക്കും മാനസാന്തരപ്പെടാമെന്ന സത്യം ഇവർ ഇത്തരക്കാരിൽ നിന്ന് തിരിച്ചറിയട്ടെ. തടവുകാർക്ക് മാധ്യസ്ഥം യാചിക്കുവാനും പ്രാർത്ഥിക്കാനുമായി തിരുസഭ ഒരു വിശുദ്ധനെ നൽകിയിട്ടുണ്ട്. സ്വന്തം ജീവൻ മറ്റൊരാൾക്ക് വേണ്ടി ബലി കഴിച്ച ഫാദർ മാക്സിമില്യൻ കോൾബെയാണ് ആ മാധ്യസ്ഥൻ. നാസികളുടെ ശിക്ഷാകേന്ദ്രമായിരുന്ന ഔഷ്വിറ്റ്സിലെ യുദ്ധത്തടവുകാരിൽ ഒരാളായിരുന്നു ഫാദർ മാക്സിമില്യൻ കോൾബെ. തടവറയിൽ നിന്ന് ഒരാൾ രക്ഷപ്പെട്ടതിന്റെ പ്രതികാരമെന്നോണം 10 പേരെ പട്ടിണിക്കിട്ട് കൊല്ലാനായിരുന്നു നാസികളുടെ തീരുമാനം. നറുക്കുവീണ 10 പേരിൽ ഒരാളായ ഗയോണിഷ്യക്കിന് പകരമായി സ്വന്തം ജീവൻ വെടിയാൻ കോൾബെ തയ്യാറായി. 1941 ഓഗസ്റ്റ് 14 ഉച്ച കഴിഞ്ഞ് അദ്ദേഹത്തെ വിഷം കുത്തിവെച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. ഒക്ടോബർ 10 ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ അദ്ദേഹത്തെ രക്തസാക്ഷി വിശുദ്ധനായി പ്രഖ്യാപിച്ചത്. മറ്റൊരാൾക്ക് വേണ്ടി ജീവൻ ബലികഴിക്കാൻ തയ്യാറായ വിശുദ്ധ കോൾബയുടെ രക്തസാക്ഷിത്വത്തിന്റെ കഥ തടവറയിലെ സുവിശേഷമാണ്. സത്യത്തിൽ ജയിൽവാസികളെക്കാൾ സഹതാപവും സ്നേഹവും അർഹിക്കുന്നവരാണ് അവരുടെ കുടുംബാംഗങ്ങൾ. അച്ഛനോ അമ്മയോ ചെയ്ത കുറ്റത്തിന്റെ പേരിൽ സമൂഹത്തിൽ നിന്ന് ഭ്രഷ്ട് കൽപ്പിക്കപ്പെടുന്നവർ, ജയിൽ പുള്ളിയുടെ മക്കൾ എന്ന വിലാസത്തിൽ അറിയപ്പെടാൻ വിധിക്കപ്പെടുന്നവർ,
മാതാപിതാക്കൾ ചെയ്ത കൊടുംകൃത്യങ്ങൾക്ക് ചിലപ്പോൾ ഈ കുരുന്നു ജീവിതങ്ങൾ സാക്ഷികൾ പോലുമായെന്നിരിക്കും. അതിൻ്റെ മുറിവുകളും അനാഥമാക്കപ്പെടുന്ന ജീവിതമേൽപ്പിക്കുന്ന ആഘാതങ്ങളും പേറി ജീവിതകാലം മുഴുവൻ ഉണങ്ങാത്ത വ്രണം പോലെ കഴിയുന്നവർ നമുക്കിടയിൽ പലരുമുണ്ടാവും. നിയമം അനുശാസിക്കുന്ന ശിക്ഷ ഏറ്റുവാങ്ങിയിട്ടും സമൂഹത്തിന്റെ അലിഖിത നിയമങ്ങൾ കൊണ്ട് മരണം വരെ ശിക്ഷ സഹിക്കാൻ വിധിക്കപ്പെടുന്നവരാണ് ജയിൽവാസികൾ. നിശ്ചിത കാലത്ത് ശിക്ഷ കഴിഞ്ഞ് വെളിയിലേക്ക് വരുമ്പോൾ ചിലപ്പോൾ അവരെ സ്വീകരിക്കാൻ കുടുംബം പോലും തയ്യാറാവണമെന്നുമില്ല. ഇനി മോഷ്ടാവിനും കൊലപാതകിക്കും ജോലിയില്ലെന്നും അവരെ വിശ്വസിക്കാനാവില്ലെന്നും സമൂഹം വിധി പുറപ്പെടുവിക്കുന്നതും പുത്തിരിയൊന്നുമല്ല. ഇത്തരം സന്ദർഭങ്ങളിലും ഇത്തരം വ്യക്തികൾക്കുമാണ് നമ്മുടെ ക്രിസ്തീയ സ്നേഹം പങ്കുവെച്ചു നൽകേണ്ടത്. അലിവൂറുന്ന സ്നേഹമായി അവരെ നാം നമ്മോട് അണച്ചു പിടിക്കേണ്ടത്. തടവറയിൽ കഴിയുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പുതിയൊരു പ്രഭാതം എല്ലാ അർത്ഥത്തിലും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. കടുംചുവപ്പായ പാപങ്ങൾ പോലും തൂമഞ്ഞു പോലെയാക്കാൻ കഴിയുന്ന ദൈവത്തിന്റെ കരുണയിൽ നിങ്ങൾ ആശ്രയിക്കുക. ഒറ്റുകൊടുത്തവനെയും തള്ളിപ്പറഞ്ഞവനെയും നെഞ്ചിൽ കുത്തിയവനെയും സ്നേഹിക്കുക മാത്രം ചെയ്ത ദൈവത്തിന്റെ തിരുഹൃദയത്തിൽ നിങ്ങൾ ഓരോരുത്തർക്കും ഇടമുണ്ട്. നിങ്ങൾ ആരായിരുന്നുവെന്നല്ല, ഇപ്പോൾ നിങ്ങൾ ആരാണ് എന്നത് മാത്രമേ ദൈവം നോക്കുന്നുള്ളൂ. നിങ്ങളുടെ ജീവിതം ഇരുമ്പഴികൾക്കുള്ളിൽ 10-12 വർഷം കൊണ്ട് തീരുന്നതല്ല. പുത്തൻ സൂര്യോദയങ്ങൾ ഇനിയുമുണ്ടാവും. നിങ്ങളുടെ സൂര്യൻ അസ്തമിച്ചു പോയിട്ടില്ല. നമ്മുടെ ദൈവം വഴിതെറ്റിപ്പോയവനെ തേടി വരുന്ന നല്ല ഇടയനാണ്. അതുകൊണ്ട് നഷ്ടപ്പെട്ടു പോയ സ്നേഹങ്ങളിലേക്ക് നിങ്ങൾ തിരികെ എത്തുക തന്നെ ചെയ്യും. നിങ്ങളെ ഈ ലോകം മുഴുവൻ കാത്തിരിക്കുന്നു. വലത്തുഭാഗത്തുള്ളവരോട് രാജാവ് അരുൾ ചെയ്തു, ഞാൻ കാരാഗ്രഹത്തിലായിരുന്നു, നിങ്ങൾ എന്റെ അടുത്ത് വന്നു. അതെ, തടവറ മക്കളെയും അവരുടെ കുടുംബാംഗങ്ങളെയും നമുക്ക് സന്ദർശിക്കുവാനും അവരെ സ്നേഹിക്കുവാനും ശ്രമിക്കാം. അപമാനത്തിൽ കഴിയാൻ വിധിക്കപ്പെട്ടിരിക്കുന്ന അവരെ നമുക്ക് ഓർമ്മിക്കാം. അവർക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ചെറിയവരിൽ ഒരുവന് ചെയ്തു തന്നപ്പോഴെല്ലാം എനിക്ക് തന്നെയാണ് ചെയ്തു തന്നിരിക്കുന്നതെന്ന ക്രിസ്തു വചനം തടവറയിലേക്ക് കടന്നു ചെല്ലുവാനും അവരെ ആശ്വസിപ്പിക്കുവാനും അവരെ കേൾക്കുവാനും നമുക്ക് പ്രേരണയാകട്ടെ. തങ്ങളുടേതല്ലാത്ത തെറ്റിന് ശിക്ഷിക്കപ്പെടുന്ന അവരുടെ കുടുംബങ്ങളെ നമുക്ക് ആശ്വസിപ്പിക്കാം. വിശുദ്ധ മാക്സിമിലിയൻ കോൾബെ തടവറ മക്കൾക്ക് വേണ്ടി അവരുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ.